ഫ്രണ്ട്സ്, അപ്പം ഇതാണ് ട്രാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ട്രെയിനിന്റെ ഏകദേശം 2 ബോഗികളുണ്ട്. ഇപ്പൊ പണ്ടത്തെ ആൾക്കാർ ഇതിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ റെയിൽ പാളം ഉണ്ട്, ചെറിയ ചെറിയ. ഇതും പണ്ടത്തെ ഒരു പുരാതന വസ്തു തന്നെയാണ്. കാരണം അംബാസഡർ പോലെ തന്നെ ഒരു പുരാതന വസ്തുവാണ്. ഇപ്പൊ ഇതൊന്നും ആരും യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇവിടെ റോഡിന് നടുക്കായിട്ട് നിങ്ങൾക്ക് കാണാം റെയിൽവേ പാളം പോലത്തെ പാളങ്ങൾ. സോ ഇതും ഇനി അധികം നാളൊന്നും ഓടൂല. അംബാസഡർ എനിക്ക് തോന്നുന്നു ഈ വർഷം ലാസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ അപൂർവമായി കാണപ്പെടുന്ന ചില സംഭവങ്ങളാണ്. അടിപൊളി. അപ്പം ഞങ്ങളുടെ കൊൽക്കത്ത യാത്ര ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുമ്പം ഇത് 1844 എസ്റ്റാബ്ലിഷ് ചെയ്ത കടയാണ്. ഗിരീഷ് ചന്ദ്ര ദേ ആൻഡ് നാക്കൂർ ചന്ദ്ര നാൻഡി എന്ന് പറഞ്ഞ കട. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ സന്തോഷ് എന്ന് പറഞ്ഞ സ്വീറ്റ് ഉണ്ട്. ബംഗാളിയുടെ ഫേമസ് സ്വീറ്റാണ്. അത് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ബാക്കി ഗുലാബ് ജാമുൻ അതേപോലത്തെ രസഗുളൊന്നും ഇവിടെ കിട്ടൂല. പല വെറൈറ്റിയിൽ സന്ദേശ് എന്ന് പറഞ്ഞ സ്വീറ്റ്സ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ IPL ജയിച്ചപ്പോൾ ഇവിടുന്നാണ് സ്വീറ്റ് പോയത്. ഐശ്വര്യ റായുടെയും അഭിഷേക് ബച്ചൻ്റെ കല്യാണത്തിന് ഇവിടെ സ്വീറ്റ് പോയത്. മമതാ ബാനർജിയുടെയും എന്തെങ്കിലും വീട്ടിലൊന്നും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഇവിടുന്നാണ് സ്വീറ്റ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്രയും ഫേമസ് കടയാണ്. നല്ല തിരക്കും ഉണ്ട് അവിടെ. അപ്പം നല്ല അടിപൊളി സ്വീറ്റാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കൊൽക്കത്ത വരുമ്പോൾ ഇന്ന് ട്രൈ ചെയ്യണം. മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനമാണ്. അപ്പം കൊൽക്കത്ത സിറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഭയങ്കര മോശം സിറ്റിയാണ്. ടൂറിസ്റ്റ് പോകുന്ന സ്ഥലത്തായാലും വേസ്റ്റൊക്കെ ഡംപ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ പക്ഷെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. എന്ന് വെച്ചാൽ കാളവണ്ടി, കുതിരവണ്ടി, സൈക്കിൾ റിക്ഷ, പിന്നെ ട്രാം, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ അംബാസഡർ കാറ് ഇപ്പോഴും ഓടുന്നു. സോ ഇതിൻ്റെ ഭംഗിയുണ്ട്. അപ്പം കൊൽക്കത്ത എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് കൊൽക്കത്ത. സോ നിങ്ങളും ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൊൽക്കത്തയിലേക്ക് ആക്കും. So let's go in a power trip. Bye bye.